അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ചിക്കൻ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പൂരിയാണ് തയ്യാറാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂണ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് 1 സ്പൂൺ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ സ്പൂൺ ഒന്ന് മാറ്റിയതിന് ശേഷം കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ചെറിയ ഒരു ലൂസായിട്ടാണ് കെട്ടുക. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് കുറച്ച് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് 2 വിസിലിൽ ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ 1 സവാള ചെറുതായി അരിഞ്ഞത്, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, 1 പച്ചമുളക്, 1 തക്കാളിയുടെ പകുതി മതിയാകും. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും സവാളയും ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അത് 1/2 മുറി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെരുംജീരകവും പട്ടയും കൂടെ പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ അളവിൽ അതും ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ഗരം മസാലപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്താണ്, ചെറിയ കഷ്ണമായിട്ട് ക്രഷ് ചെയ്തെടുത്തോളൂ. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടി അതും 1/4 ടീസ്പൂണ് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊന്ന് എടുക്കുക. അപ്പോൾ ഒരു ലൂസ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമുക്ക് ചപ്പാത്തിക്ക് പരത്തേണ്ട ആ ഒരു പാകത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷം നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒത്തിരി കനം കുറച്ച് അങ്ങ് പരത്തരുത്. ഒരു മീഡിയം കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇങ്ങനെയൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ എല്ലാം ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സെൻട്രലായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ ഗോതമ്പ് ഒന്ന് കലക്കിയതിന് ശേഷം സൈഡിലൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത ഒരു ഷീറ്റും കൂടെ ഇതിന് മീതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ചെറുതായിട്ട് ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ ഒരു ചെറിയ ഡിസൈനിൽ കിട്ടും. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് പോകില്ല. പാത്രത്തിലൊന്ന് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു തവി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയൊന്നും ദേഹത്തേക്ക് തെറിക്കാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂരി
രണ്ട് വശവും ഒന്ന് നന്നായിട്ട് മുരിവിച്ച് എടുക്കണം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. അതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൂരി ഇവിടെ തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ. ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.